സാധാരണ C++ലുള്ള പോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻസ്. ഈ ഫങ്ഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒരു സെറ്റ് ഓഫ് കോഡ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ആവശ്യമുള്ളിടത്തെല്ലാം ആ കോഡ് കോൾ ചെയ്താൽ മതി. അതാണ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഒരു സർട്ടൺ സെക്ഷൻ ഓഫ് കോഡ് ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവശ്യമാണെങ്കിൽ ആ കോഡ് ഒരു പ്രാവശ്യം എഴുതിയ ശേഷം എന്ത് ചെയ്യുന്നു, അതിനെ കോൾ ചെയ്താൽ മാത്രം മതി. അതാണ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ഫംഗ്ഷൻ നെയിം ഡബിൾ കോഡ്സിൽ ഫംഗ്ഷൻ്റെ എന്ത് ചെയ്താൽ കോഡ് ചെയ്താൽ ഫംഗ്ഷൻ നെയിം കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോഡ്സ് കേളി ബ്രാക്കറ്റിനുള്ളിൽ ഫംഗ്ഷൻ്റെ കോഡ് ചെയ്യുക. ഇതാണ് എന്ത് ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ്. സിൻറ്റാക്സ് ഫോർ ഫംഗ്ഷൻ ഇസ് ഫംഗ്ഷൻ നെയിം ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്, അതിനുശേഷം കേളി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുക. അതേപോലെ തന്നെ C++ൻ്റെ പോലെ തന്നെ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ C++ൽ നമ്മൾ ഫംഗ്ഷൻ സമയത്ത് 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, അതേപോലെ തന്നെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, അതേപോലെ തന്നെ ഫംഗ്ഷൻ കോൾ. ഇത് 3ഉം ഒരു ഫംഗ്ഷന് നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. രണ്ടാമത്തേത് ഫംഗ്ഷൻ കോൾ നിർബന്ധമായും ഒരു പ്രോഗ്രാമിൽ ആവശ്യമാണ്. ഇത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ബേസിക് ആയത് കാരണം നമുക്ക് ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും C++ലെ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ എഴുതിയ ഡാറ്റ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ബേസിക് ആയത് കാരണം നമ്മുടെ ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നെയിം ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റിൽ ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. പിന്നെ ഒരു ഫംഗ്ഷൻ എന്തായാലും നിർബന്ധമായി ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കോൾ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ഫംഗ്ഷൻ ഒരു കീവേഡ് വേണം, ഫംഗ്ഷന് ഒരു പേര് വേണം, അതിനുശേഷം കേളി ബ്രാക്കറ്റിലുള്ള ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. അതിനുശേഷം ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായും കോൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എന്തിൻ്റെ ഉള്ളിൽ തന്നെ എഴുതണം, ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, ഈ ഫംഗ്ഷനെ നമ്മൾ എഴുതിയിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫംഗ്ഷൻ്റെ പ്രോഗ്രാം എഴുതിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ HTML ഹെഡ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, അത്രയും നമ്മുടെ സാധാ പ്രോഗ്രാം. അതിന് ശേഷം ഫംഗ്ഷൻ പ്രിൻ്റ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, ഫംഗ്ഷൻ പ്രിൻ്റ് നമ്മൾ കൊടുത്തു. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ പ്രിൻ്റ് എന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, document.write വെൽക്കം ടു ദി വേൾഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് കൊടുത്തു. അപ്പോൾ അതൊരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഫംഗ്ഷൻ എഴുതിയ ശേഷം ഫംഗ്ഷൻ എഴുതി. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എഴുതിയ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫംഗ്ഷന് ഒരു കോളും ഉണ്ടാവും, ഫംഗ്ഷൻ ഒരു ഡെഫിനേഷനും ഉണ്ടാവും. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഇല്ല, എന്തില്ല ജാവാസ്ക്രിപ്റ്റിൽ കേട്ടോ ഉണ്ട്, നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോളും ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനേഷനുമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. എപ്പോഴും ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതുമ്പോൾ ഏറ്റവും നല്ല പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എപ്പോഴും നമ്മൾ എവിടെ എഴുതുക, ഹെഡിൻ്റെ സെക്ഷനിൽ എഴുതുക. ഹെഡിൻ്റെ സെക്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിലിൻ്റെ കമൻറ്റ് കൊടുത്തു, അതിനുശേഷം ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ക്ലോസ് ചെയ്യുന്നില്ല, ഹെഡ് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഇസ് ബെറ്റർ ടു ഓൾവേസ് ടു റൈറ്റ് എവിടെയാണ്, ഫംഗ്ഷൻ്റെ ഹെഡിങ്ങിൽ തന്നെ, ഹെഡ് ടാഗിനുള്ളിൽ തന്നെ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. നമ്മുടെ സ്ക്രിപ്റ്റാണ്, ജാവാസ്ക്രിപ്റ്റാണ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അതിനുശേഷം ഫംഗ്ഷൻ പ്രിൻറ്റ്, ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡാണ്, പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേരാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്. അതിനുശേഷം കേളി ബ്രാക്കറ്റിനുള്ളിൽ document.write വെൽക്കം ടു ദി വേൾഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. എന്തെങ്കിലും ഒരു സാധനം അതുപോലെ പ്രിൻറ്റ് ചെയ്ത് വരാനാണ് നമ്മൾ എന്തിനുള്ളിൽ കൊടുക്കുന്നത്, document.writeൽ കൊടുക്കുന്നത്. അതിനുശേഷം സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തും ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു.
ഇനി ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ റൺ ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ ഔട്ട്പുട്ട് കാണിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കണം, കോൾ ചെയ്യണം. വിളിച്ചാൽ മാത്രമേ ഫംഗ്ഷൻ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ബോഡി ടാഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡ് ടാഗിൻ്റെ ഉള്ളിലും ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ പേരെന്താണ്, പേര് വെച്ചാണ് C++ പോലെയാണ്, പേര് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. പ്രിൻ്റ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ പേര്. പ്രിൻ്റ് എന്ന പേരിൽ നമ്മൾ കോൾ ചെയ്യുന്നു, ഫംഗ്ഷനെ വിളിക്കുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എന്തിനുള്ളിലാണ് എഴുതിയിരിക്കുന്നത്, ഈ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലായത് കാരണം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എന്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ബോഡി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് = ജാവാ സ്ക്രിപ്റ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ തുറന്ന സ്ക്രിപ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ തുറന്ന ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വെൽക്കം ടു ദി വേൾഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഔട്ട്പുട്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇത്രയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എപ്പോഴും എന്തിൻ്റെ ഉള്ളിൽ എഴുതുന്നതാണ് നല്ല പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി റിട്ടൺ ഇൻസൈഡ് ഇതിനുള്ളിലായിരിക്കണം, ഹെഡ് ടാഗിനുള്ളിലായിരിക്കണം. അതിനുശേഷം നമ്മൾ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗിനുള്ളിൽ നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്തു, കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലായത് കാരണം ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും എന്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതും നമ്മൾ ഇവിടെ തന്നെയാണ്, ജീനിയിൽ തന്നെയാണ് എഴുതുന്നത്. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, .html എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് C++ അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പുകളാണ്. ജാവാ സ്ക്രിപ്റ്റിൽ മെയിൻലി 3 ഡാറ്റ ടൈപ്സേ ഉള്ളൂ. ഒന്ന് നമ്പർ, പിന്നെ ഒന്ന് സ്ട്രിങ്, ഒന്ന് ബൂലിയൻ. 3 ഡാറ്റ ടൈപ്സേ ഉള്ളൂ. അതിൽ സ്ട്രിങ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, അത് ഇൻറ്റീജർ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രാക്ഷൻ നമ്പർ ആയിക്കോട്ടെ, വലിയ നമ്പേഴ്സ് ആയിക്കോട്ടെ, ചെറിയ നമ്പേഴ്സ് ആയിക്കോട്ടെ, എങ്ങനത്തെ നമ്പർ ആയാലും അത് സ്റ്റോർ ചെയ്യുന്ന എവിടെ തന്നെയാണ്, നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ്. അപ്പോൾ നമ്മുടെ 3 ഡാറ്റ ടൈപ്പിൽ ആദ്യത്തെ ഡാറ്റ ടൈപ്പ് നമ്പർ. രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ സ്ട്രിങ് ആണ്. അതായത് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ്, മറ്റ് സിമ്പിൾസ് ഇതെല്ലാം എൻക്ലോസ് ചെയ്ത് ഡബിൾ കോഡ്സിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായി മാറി, സ്ട്രിങ് ആയി മാറി. എന്ത് കോമ്പിനേഷൻ ഓഫ് ഡബിൾ കോഡ്സിൽ ABC എന്ന് എഴുതുക, അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ 1 2 3 എന്ന് എഴുതുക, അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ +@ x എന്ന് എഴുതുക. അപ്പോൾ എന്ത് ഡബിൾ കോഡ്സിനുള്ളിൽ എഴുതിയാലും എന്ത് ഡാറ്റ ടൈപ്പിൽ വരും, സ്ട്രിങ്ങിൽ വരും. ബൂലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂലിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് 2 വാല്യൂസേ എടുക്കുള്ളൂ, ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റിലെ 3 ഡാറ്റ ടൈപ്പേ ഉള്ളൂ, നമ്പർ, സ്ട്രിങ് ആൻഡ് ബൂലിയൻ. നമ്പർ എല്ലാ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, അത് ഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഇൻറ്റീജർ ആയിക്കോട്ടെ, എല്ലാ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്ത് ഡബിൾ കോഡ്സ്. ബൂലിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ഓൺലി 2 വാല്യൂസ്, ദാറ്റ് ഈസ് ട്രൂ ആൻഡ് ഫാൾസ്. ഇനി അടുത്ത ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഡാറ്റ ടൈപ്പുകൾ. അപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്സിൻ്റെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾസ്, അതായത് ജാവാ സ്ക്രിപ്റ്റിൽ വേരിയബിൾസ് ഡിക്ലെയർ, നമ്മൾ C++ലാണെങ്കിൽ അത് ഇൻറ്റീജറാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണെന്ന് അർത്ഥം. ഫ്ലോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണെന്ന് അർത്ഥം. അതേസമയം ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡിക്ലെയർ ചെയ്യുക നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ വാർ എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ജാവാ സ്ക്രിപ്റ്റിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വാർ എന്നുള്ള കീവേഡ്. നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് ഈ പ്രോഗ്രാമിൽ ആവശ്യമുണ്ടോ എല്ലാ വേരിയബിൾസും നമ്മൾ വാർ എന്നുള്ള കീവേഡിൽ ഇവിടെ കൊടുക്കുന്നു. കൊടുത്ത ശേഷം നമ്മൾ അടുത്ത ലൈനിൽ വേരിയബിൾസിന് എന്ത് കൊടുക്കും, വാല്യൂ കൊടുക്കും. അപ്പോൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നതിന് വാല്യൂ കൊടുക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ വാർ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറയാൻ പറ്റില്ല, ബിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം A = 10 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എയുടെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, അതൊരു നമ്പറാണ്. അപ്പോൾ എന്താണ് എ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്പറാണ്. ഇപ്പോൾ C ഡബിൾ കോഡ്സിൽ ഇന്ത്യ എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, സി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിങ് ആണ്. കാരണം അതിന് ഡബിൾ കോഡ്സിൽ സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ ജാവാ സ്ക്രിപ്റ്റിലെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് വാർ. നമുക്ക് പ്രോഗ്രാമിൽ ആവശ്യമുള്ള എല്ലാ വേരിയബിൾസും നമ്മൾ കോമയായിട്ട് എഴുതുന്നു. ഇതിന് ഡിക്ലറേഷൻ, വാർ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതിനൊരു വേരിയബിൾ, ഓരോ വേരിയബിളിനും വാല്യൂ കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ C++ൽ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടില്ല, നമുക്കത് വരുന്നില്ല. ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് C++ൽ യൂസ് ചെയ്യുന്ന അതേ ഫംഗ്ഷനാണ്. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ.
അപ്പോൾ എ ഇസ് ഈക്വൾ ടു 10 നമ്മൾ കൊടുത്തു അല്ലേ. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ ഡാറ്റ ടൈപ്പ് ഓഫ് എ ഈസ്, എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഓഫ് എ ഈസ് നമ്പർ. ഇനി അടുത്ത അതേപോലെ തന്നെയാണ് നമ്മൾ ബി ഈസ് ഈക്വൽ ടു 12.4 ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ ഡാറ്റ ടൈപ്പ് ഓഫ് ബി ഈസ്, ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ബിയുടെ ഡാറ്റ ടൈപ്പും എന്താണ് നമ്പർ. അത് ഒന്ന് ഫ്രാക്ഷൻ ഇല്ലാത്തതുമാണ്, പക്ഷേ എന്താണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്പറാണ്. ഇനി സി എന്ന് പറയുന്നത് ഇന്ത്യയാണ്, അപ്പോൾ സി എന്ന് ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. ഡി എന്ന് പറയുന്നത് ട്രൂ ആണ്, അപ്പോൾ ട്രൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബൂലിയൻ ആയിരിക്കും. അടുത്ത് ഇ എന്ന് പറയുന്നത് ട്രൂ ആണ്, അത് ബൂലിയൻ ആയിരിക്കും അല്ല. ആ ട്രൂ നമ്മൾ എന്തിനുള്ളിൽ കൊടുത്താണ്, ഡബിൾ കോട്ട്സിനുള്ളിലാണ് കൊടുത്തത്, അപ്പോൾ എന്തല്ല, ബൂലിയൻ അല്ല. അപ്പോൾ ലാസ്റ്റ് വൺ നമുക്ക് എന്താണെന്ന് വന്നു, ഇറ്റ് ഈസ് സ്ട്രിങ് വന്നു, കാരണം ആ ട്രൂവിനെ നമ്മൾ ഡബിൾ കോട്ട്സിലാണ് കൊടുക്കുന്നത്. ഇനി അവസാനം നമുക്കൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇതിപ്പോൾ എ ബി സി ഡി ഇ, ഈ വരെ നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളൂ, വാല്യൂ കൊടുത്തിട്ടുള്ളൂ. അതേസമയം എഫ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ വാല്യൂ കൊടുത്തിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ഹിയർ ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്താണെന്ന് പറയുന്നത്, അത് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഡാറ്റ ടൈപ്പ് ഓഫ് എഫ്, അപ്പോൾ നമുക്ക് എഫിൻ്റെ ഡാറ്റ ടൈപ്പ് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എഫിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് അറിയില്ല, അപ്പോൾ സിസ്റ്റം തനിയെ എന്ത് കൊടുക്കും, അൺഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കും. എന്ന് വെച്ചാൽ ആ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൺഡിഫൈൻഡ് ഇസ് എ സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് ടു റെപ്രസെൻറ്റ് വേരിയബിൾസ് ദാറ്റ് ആർ നോട്ട് ഡിഫൈൻഡ് യൂസ് വാർ. അതായത് വാർ എന്ന് പറയുന്ന കീവേഡിൻ്റെ സഹായത്തോടെ ഡിഫൈൻ ചെയ്യാതെ ഡിക്ലെയർ ചെയ്യുക മാത്രം ചെയ്തിട്ടുള്ള വേരിയബിൾസിന് പറയുന്ന പേരാണ് അൺഡിഫൈൻഡ്. സോ അൺഡിഫൈൻഡ് ഇസ് എ സ്പെഷ്യൽ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡാറ്റ ടൈപ്പാണ്. എന്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുള്ളൂ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുള്ളൂ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. അതിനെയാണ് അൺഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അതിന് മുമ്പ് ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്, സമ്മിൻ്റെ. ഇതേപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കില്ല, നമുക്ക് വാല്യൂ നേരിട്ട് കൊടുക്കാനുള്ളതാണ് ഉള്ളത്. അങ്ങോട്ട് അതായത് C++ പോലെ സി ഔട്ട് എൻ്റർ വാല്യൂ ഫോർ എ, എൻ്റർ വാല്യൂ ഫോർ ബി എന്ന് പറഞ്ഞാൽ സീനൊക്കെ ഇല്ല. അമ്മാതിരിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾക്ക് നമ്മുടെ ലെവലിൽ പഠിക്കാനില്ല. അവിടെ നമ്മൾ നേരിട്ട് വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ HTML ഹെഡ് ടൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ടൈറ്റിൽ ക്ലോസ് ചെയ്തു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്, നമ്മൾ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ആഡ് എന്ന് കൊടുത്തു. അതിനുശേഷം ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്ന് എഴുതി, വാർ എൻ എം സം. ഈ എൻ എം സം എന്ന 3 വേരിയബിൾസ് കൊടുത്തു. m is equal to 10, n is equal to 5. അപ്പോൾ ഇത് രണ്ടും എന്ത് ഡാറ്റ ടൈപ്പിൽ പെട്ടു, എമ്മും എന്നും നമ്പേഴ്സിൽ പെട്ടു. സം എന്ന് പറയുന്ന വേരിയബിൾ is equal to m plus n. എം രണ്ടിൻ്റെയും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സം എന്ന് പറയുന്ന വേരിയബിൾ വാല്യൂ കിട്ടും. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും ആഡ് ചെയ്ത റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റാണ് രണ്ടാമത് ഓപ്പൺ ചെയ്ത്, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത്, അതിനുശേഷം എന്ത് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത ശേഷം ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്, ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ്. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു, സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തു. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കും, ആഡ് കൊടുത്തു. ഇത് നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ കാരണം സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായും സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അത് കോൾ ചെയ്യുക തന്നെ വേണം. സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളിത് റൺ ചെയ്ത് നമുക്ക് ഓരോ വാല്യൂസ് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ അല്ല 15 എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ 10, എന്നിൻ്റെ വാല്യൂ 5 ആയത്. ഇപ്പോൾ രണ്ടിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 15. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുക നമ്മൾ എന്തിൻ്റെ ഉള്ളിലായിരിക്കും, ഹെഡ് ടാഗിൻ്റെ ഉള്ളിലും ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുക.